നമസ്കാരം. പൂക്കോട് ഗവൺമെന്റ് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് കണ്ടെത്താൻ CBI നടത്തിയ ഡെമ്മി പരീക്ഷണം വിജയമെന്ന സൂചന. സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ ഉടുമുണ്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേ ഉടുമുണ്ടിന്റെ മറ്റൊരു മെറ്റീരിയലിൽ കുളിമുറിയുടെ ജനാലയിൽ ഡമ്മി കെട്ടിത്തുകയാണ് DIG ലൗലി കട്യാരുടെ നേതൃത്വത്തിൽ പരീക്ഷണം നടത്തിയത്. 2 മണിക്കൂറോളം പരീക്ഷണം നടന്നിരുന്നു. നിർണായക നിരീക്ഷണങ്ങളിലേക്ക് CBI എത്തിക്കഴിഞ്ഞു. പക്ഷേ തൽക്കാലം വിവരങ്ങൾ പുറത്തുവിടില്ല. 66 കിലോ ഭാരവും 172 സെന്റിമീറ്റർ ഉയരവുമുള്ള ഡമ്മിയുമായിട്ടാണ് സംഘം എത്തിയത്. തുണി കൊണ്ട് പലതരം കെട്ടുകളിടുമ്പോൾ ഏതു തരത്തിലാണ് തൂങ്ങി നിൽക്കുക എന്ന് നോക്കി ക്രൂരമായ മർദ്ദനത്തിന് ശേഷം സിദ്ധാർത്ഥനെ മരിച്ചെന്ന് കരുതി കെട്ടിത്തൂക്കിയതാകാമെന്നാണ് സംശയമുള്ളത്. ഫോറൻസിക് സംഘം ക്യാമറയിൽ മുഴുവൻ ദൃശ്യങ്ങളും പകർത്തി. സിദ്ധാർത്ഥന്റെ അതേ ഭാരവും ഉയരവുമുള്ള ഡമ്മി ഒരാൾ മാത്രവും 4-5 പേർ ചേർന്നും തുണി കൊണ്ട് കയറിട്ട് കെട്ടിത്തൂക്കി. ഡമ്മി പരീക്ഷണം കോടതിയിൽ തെളിവായി സ്വീകരിക്കില്ലെങ്കിലും അന്വേഷണത്തിന് സഹായകരമാകും. ഇതിൽ നിന്ന് വ്യക്തമായ നിരീക്ഷണങ്ങളിൽ CBI എത്തിയിട്ടുണ്ട്. ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് സംഘം മൊഴിയെടുത്തു. മരിച്ച ദിവസം ഹോസ്റ്റലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും കോളേജ് ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവരെല്ലാം ഹാജരായിരുന്നു. പരിശോധനാ സ്ഥലത്തേക്ക് ആരെയും പ്രവേശിപ്പിച്ചില്ല. സിദ്ധാർത്ഥൻ അപമര്യാദയായി പെരുമാറിയെന്ന് കോളേജ് അധികൃതർക്ക് പരാതി നൽകിയ പെൺകുട്ടിയുടെ മൊഴിയും സംഘം രേഖപ്പെടുത്തി. ഈ പെൺകുട്ടിയുടെ അടക്കം മൊഴിയിൽ വൈരുദ്ധ്യങ്ങളേറെയുണ്ട്. മൊഴികളും CBI വിശദമായി പരിശോധിക്കുന്നുണ്ട്. സിദ്ധാർത്ഥനെ അടിച്ചവശനാക്കുമ്പോൾ ഉണ്ടായിരുന്ന പെൺകുട്ടിയും മൊഴി നൽകാൻ എത്തിയെന്നാണ് സൂചന. DIG, 2 SP-മാർ ഉൾപ്പെടുന്ന 10 പേരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ശനിയാഴ്ച രാവിലെ 9:30-ക്ക് CBI സംഘം പൂക്കോട് വെറ്റിനറി കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെത്തി. സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനം നേരിട്ട മുറി, ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായ നടുമുറ്റം, തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറി എന്നിവിടങ്ങളിലെല്ലാം CBI അന്വേഷണ സംഘം പരിശോധന നടത്തി. സിദ്ധാർത്ഥന്റെ തൂക്കവും ഉയരവുമായിട്ടുള്ള ഡമ്മി എത്തിച്ചായിരുന്നു ശാസ്ത്രീയ പരിശോധന. സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സമയത്ത് ഉള്ളവരെയെല്ലാം CBI ആവശ്യപ്പെട്ടതനുസരിച്ച് എത്തിച്ചിരുന്നു. കൽപ്പറ്റ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും CBI സഹായിക്കാൻ എത്തിയിരുന്നു. അന്വേഷണം ഏറ്റെടുത്ത CBI ഒരാഴ്ചയായി വയനാട്ടിലുണ്ട്. സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴിയെടുപ്പ് കഴിഞ്ഞു. വിദ്യാർത്ഥികളിൽ നിന്ന് വിവരം ശേഖരിച്ചിരുന്നു. 3 തവണയും നേരത്തെ CBI ക്യാമ്പസിലെത്തി പല പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കേസ് കൊച്ചിയിലെ CBI കോടതിയിലേക്ക് മാറ്റാൻ കൽപ്പറ്റ കോടതിയിൽ അപേക്ഷയും നൽകി. ജയിലിലുള്ള പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തും. ഇനിയും പ്രതികൾ കേസിലേക്ക് വരുമെന്നാണ് സൂചന. നടന്ന കാര്യങ്ങൾ പുറത്തു പറയരുതെന്ന് വിദ്യാർത്ഥികളോട് ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടെന്ന റിപ്പോർട്ടും നേരത്തെ പുറത്തു വന്നിരുന്നു. UGCക്ക് ആന്റി റാഗിംഗ് സ്ക്വാഡ് നൽകിയ റിപ്പോർട്ടിലായിരുന്നു ഈ ഗുരുതര കണ്ടെത്തലുകൾ. വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകുമ്പോൾ ഡീനും അസിസ്റ്റന്റ് വാർഡനും ഒപ്പം നിന്നെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. റിപ്പോർട്ടിനൊപ്പം ചില ശുപാർശകൾ കൂടി സ്ക്വാഡ് മുന്നോട്ട് വെച്ചിരുന്നു. ക്യാമ്പസിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണം, യൂണിയൻ പ്രതിനിധികളെയും ക്ലാസ് പ്രതിനിധികളെയും തിരഞ്ഞെടുക്കുമ്പോൾ അക്കാഡമിക് നിലവാരം മാനദണ്ഡമാക്കണമെന്നും ശുപാർശ ചെയ്തിരുന്നു. ഭയം കാരണം വിദ്യാർത്ഥികൾക്ക് സത്യസന്ധമായ വിവരങ്ങൾ പറയാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അന്വേഷണ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാതെ അധ്യാപകരും വിട്ടുനിന്നു. വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു ഇക്കാര്യങ്ങൾ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിൽ മൊഴി നൽകിയത്. 85ഓളം ആൺകുട്ടികളാണ് അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരാകുകയും ചെയ്തത്. എന്നാൽ ഭൂരിഭാഗം അധ്യാപകരും പെൺകുട്ടികളും ഹാജരായില്ല. 4 അധ്യാപകരും വിദ്യാർത്ഥിനികളും മാത്രമായിരുന്നു സമിതിക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകിയത്. പെൺകുട്ടികളിൽ നിന്ന് മൊഴിയെടുത്താൽ പല കാര്യങ്ങളും പുറത്തു പോകുമെന്ന ഭയത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായതെന്ന ആരോപണം ഉയർന്നിരുന്നു. കൂടാതെ ക്യാമ്പസിൽ നേരത്തെയും സമാനമായ മർദ്ദനമുറകൾ നടന്നിരുന്നതായും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. 2019-ലും 2021-ലും സമാനമായി റാഗിംഗ് നടന്നു. ഇതിൽ 2 വിദ്യാർത്ഥികളാണ് ഇരയായത്. ഒരു വിദ്യാർത്ഥി 2 ആഴ്ച ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഈ 2 ആഴ്ച വിദ്യാർത്ഥിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യം പറയാൻ വിദ്യാർത്ഥി തയ്യാറായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. സിദ്ധാർത്ഥൻ ഭീകരമർദ്ദനവും പീഡനവും നേരിട്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിദ്ധാർത്ഥൻ എങ്ങനെയാണ് മരിച്ചതെന്നും ഇത്ര വലിയ ക്രൂരത ചെയ്യാനുള്ള കാരണം കണ്ടെത്തണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു. കോളേജിൽ അടിയന്തരമായി CCTV സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആന്റി റാഗിംഗ് കമ്മിറ്റി റിപ്പോർട്ട് UGCക്ക് കൈമാറിയിരുന്നു. 18 പേർ ചേർന്ന് സിദ്ധാർത്ഥനെ പലയിടങ്ങളിലായി മർദ്ദിച്ചു. ഹോസ്റ്റലിലെ നടുത്തളത്തിലും കുന്നിൻ മുകളിലും അടക്കം 4 ഇടത്ത് കൊണ്ടുപോയി മർദ്ദിച്ചിട്ടുണ്ട്. മർദ്ദിച്ചവർ, മർദ്ദിച്ച സ്ഥലം എന്നിവ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മിറ്റി പട്ടികയും ഉണ്ടാക്കിയിരുന്നു. ഫെബ്രുവരി 21-നും 22-നുമായിരുന്നു ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾ UGCക്ക് പരാതി നൽകിയത്.